എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജന ചാനൽ ഒന്ന് സബ് ചെയ്യുക. ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയുണ്ടെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് വിളിക്കുക. 30-35 വയസ്സും ഇല്ലെങ്കിൽ 29 വയസ്സും ഇല്ലെങ്കിൽ 40 വയസ്സായിട്ടും വിവാഹം നടക്കാത്ത ഭക്തജനങ്ങളുടെ മക്കളുണ്ടെങ്കിൽ ഈ വീഡിയോ കാണാതെ പോരുത്. ഭക്തജനങ്ങൾ ഈ വീഡിയോ തീരുന്നവരെ കാണുക. അപ്പോൾ നമ്മൾ പല രീതിയിലുള്ള ആൾക്കാർക്കൊരു തടസ്സമാണ് വിവാഹ തടസ്സം. എൻ്റെ അഭിപ്രായം വെച്ചിട്ട് 100-ൽ ഒരു 90% വിവാഹ കാര്യങ്ങൾ മുടക്കുന്നത് ജ്യോത്സ്യന്മാരാണ്. കാരണം ചെറുക്കനെയും പെണ്ണിനെയും പരസ്പരം ഇഷ്ടപ്പെടും. അപ്പം പെണ്ണിൻ്റെ വീട്ടുകാർ ഇത് എന്ത് ചെയ്യും, ഒരു ജ്യോത്സ്യൻ്റെ അടുത്ത് പോകും. അപ്പോൾ ജ്യോത്സ്യം പറയും 10-10 പൊരുത്തമില്ലെന്ന് പറയും. ഒരു 7-6 ഉണ്ടെന്ന് പറയും. അപ്പോൾ അവിടെ ഒരു പ്രായം ചെന്ന ഒരു അമ്മമ്മ ഉണ്ടെങ്കിൽ പറയും ഇത് വേണ്ട, ഇത് നടക്കണ്ട. പക്ഷേ ചെറുക്കനെയും പെണ്ണിനെയും പരസ്പരം ഇഷ്ടമായിരിക്കും. എന്നാൽ ജ്യോത്സ്യം പറയും എന്നാൽ ഇത് നടത്തണ്ടെന്ന് പറയും അല്ലേ. മിക്ക കല്യാണാലോചനകളും മുടങ്ങുന്നത് അങ്ങനെയാണ്. എന്നാൽ ഈ പറയുന്ന ജ്യോത്സ്യന്മാരാരും നല്ലപോലെ നടത്തി ആ ഒരു ദോഷമുണ്ടെങ്കിൽ അതിനുള്ള പരിഹാര കാര്യങ്ങൾ പറഞ്ഞും കൊടുക്കത്തില്ല അല്ലേ. എൻ്റെ ഒരു ഒറ്റ ചോദ്യമുള്ളൂ, ചെറുക്കനും പെണ്ണിനും ഇഷ്ടമാണെങ്കിൽ വിവാഹം നടത്തുക. നമ്മൾ ജാതകവും മറ്റുള്ള കാര്യങ്ങളും നോക്കരുതെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അതിൽ ചില കാര്യങ്ങളുണ്ട്. പരസ്പരം ഇഷ്ടപ്പെട്ട വിവാഹമായിരിക്കും ഏറ്റവും കൂടുതൽ ഉത്തമമായിട്ട് ഇരിക്കുന്നത് അല്ലേ. ഇപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വിവാഹം കഴിഞ്ഞ് അവന് 7-ൽ ചൊവ്വയാണ്, ചൊവ്വാദോഷമുണ്ട്. അപ്പം ചെറുക്കൻ്റെ പെണ്ണിൻ്റെ വീട്ടിൽ നോക്കിച്ചപ്പോഴത്തേക്ക് ഇത് നടക്കത്തില്ല. അപ്പോൾ അവിടെ പ്രായമുള്ളവർ പറഞ്ഞു ഇത് ഭയങ്കര ദോഷമെന്ന് പറഞ്ഞ്. അപ്പോൾ ഇവൻ എൻ്റെ അടുത്ത് നോക്കാൻ വരുന്നതാണ്. ഇവരുടെ അമ്മയ്ക്കൊക്കെ ഭയങ്കര സങ്കടം. അവർക്ക് ചെറുക്കൻ്റെ വീട്ടുകാർക്ക് താല്പര്യമുണ്ട്, പക്ഷേ പെണ്ണിൻ്റെ വീട്ടുകാർക്ക് ചെറുക്കിന് ചൊവ്വാദോഷമുള്ളതുകൊണ്ട് കെട്ടിച്ച് കൊടുക്കത്തില്ല. അപ്പോൾ ഇവർ 3-4 ജ്യോത്സ്യന്മാരുടെ അടുത്ത് നോക്കിയിട്ട് ഇപ്പോൾ ഒരു പരിഹാരം ഇല്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ ശരിക്കായിട്ടുള്ള പരിഹാര കാര്യങ്ങൾ ചെയ്താൽ എന്താണ്, അവർ വിവാഹം ഞാൻ നടത്തി കൊടുത്ത് അവർ ഇപ്പോഴും ഒരു കുഴപ്പങ്ങളില്ലാതെ, പിന്നെ കുഴപ്പങ്ങളില്ലെന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ജീവിതത്തിൽ കല്യാണം കഴിഞ്ഞ് ഉണ്ടാകുന്ന ചേർച്ചകളുണ്ടാവുമല്ലോ, പരസ്പരം ഒരാൾ പറയുന്ന ഒരാൾക്ക് ഇഷ്ടപ്പെടത്തില്ല, ആ ഒരു രീതിയിലുള്ള വഴക്കുകളും കാര്യങ്ങളും അവരിപ്പോഴും സന്തോഷമായിട്ട് പോകുന്നു. അവനൊരു ആൺകുഞ്ഞുണ്ട്. അപ്പം അവരിപ്പോഴും സന്തോഷമായിട്ട് പോകുന്നു. എന്തുകൊണ്ടാണ്? അവർ പരസ്പരം എന്താ പറയുക, ഐക്യതയുള്ളത് പോകുന്നു, പരസ്പരം പ്രണയിച്ച്. അപ്പോൾ ചൊവ്വയുടെ ആ ദോഷത്തിന് അവർക്ക് ആ രീതിയിലുള്ള പരിഹാര കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് ആ ചൊവ്വ ദോഷം അവരെ ബാധിക്കുന്നില്ല. ചൊവ്വ ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ഏതൊരു ദോഷത്തിനും ഒരു പരിഹാരമുണ്ട് അല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മിക്ക വിവാഹങ്ങളും ഈ ജ്യോത്സ്യന്മാരാണ് മുടക്കുന്നത്. അപ്പോൾ എനിക്ക് ഭക്തജനങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇപ്പം ഏതെങ്കിലും ഒരു ജ്യോത്സ്യനെ കാണാൻ പോവുകയാണ്, ഈ വിവാഹം നടക്കുന്നില്ല ഇല്ലെങ്കിൽ നടത്താൻ പാടില്ല, ജ്യോത്സ്യനെ പരിഹാരം പറഞ്ഞു തരിക. വ്യക്തമായിട്ട് പരിഹാര കാര്യങ്ങൾ പറഞ്ഞതാ, ഞങ്ങളത് ചെയ്തോളാം, അമ്പലത്തിൽ ചെയ്തോളാം. ഏതൊരു ദോഷത്തിനും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ പരിഹാരങ്ങൾ ചെയ്താൽ നമ്മളെ ബാധിക്കത്തില്ല. അപ്പം നിങ്ങളുടെ ഗ്രഹനിലയിൽ ഏത് പാപഗ്രഹമാണ് വിവാഹത്തിന് തടസ്സം നിൽക്കുന്നത് അല്ലേ. ചിലവർക്ക് 7-ൽ ചൊവ്വ ഇല്ലെങ്കിൽ കേതു, രാഹു ഒക്കെ 7-ൽ നിന്നാൽ നമ്മുടെ വിവാഹത്തിന് നല്ല രീതിയിൽ തടസ്സങ്ങളുണ്ടാകും. അപ്പം 29, 35, 40 വയസ്സായിട്ട് വിവാഹം നടക്കാത്തത് എന്താണെന്ന് വെച്ചാൽ ആ ഗ്രഹനില പരിശോധിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. പല രീതിയിലുള്ള വഴിപാടുകളും ചെയ്ത് മടുത്തിരിക്കുന്ന ഭക്തജനങ്ങളുണ്ട്. ഇനി മിക്ക മക്കളും പറയാറുണ്ട്, അമ്മ ഈ എല്ലാ ആഴ്ചയിലും ജ്യോത്സ്യന്മാർ പറയുന്ന കേട്ട് വഴിപാട് ചെയ്ത് എൻ്റെ വിവാഹം നടന്നില്ല, ഒന്നും നടന്നില്ല. അപ്പം നമുക്ക് ഓട്ടോമാറ്റിക്കലി ഈശ്വരനുള്ള വിശ്വാസം കുറഞ്ഞു പോകും. അപ്പോൾ എന്താണ് വിവാഹം നടക്കാൻ വേണ്ടി ശരിയാണ്, അത് ഗ്രഹനില നോക്കി ഏത് ഗ്രഹമാണ് വിവാഹത്തിന് തടസ്സം നിൽക്കുന്ന ആ തടസ്സമായിട്ട് നിൽക്കുന്ന ഗ്രഹത്തിന് പരിഹാര കാര്യങ്ങൾ ചെയ്തെങ്കിലേ വിവാഹം നടക്കത്തുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് ചൊവ്വാദോഷമുള്ള ഒരു ഗ്രഹനിലയാണ്, ആ വ്യക്തിക്ക് 32 വയസ്സായിട്ട് വിവാഹം നടക്കുന്നില്ല. അപ്പോൾ അത് നമ്മൾ ചൊവ്വ 7 ആരുടെ ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്, ചൊവ്വ എത്രത്തോളം ദോഷമുണ്ട് അത് നോക്കിയിട്ട് ചൊവ്വയ്ക്ക് ചിലപ്പോൾ ബാണേശ്വരി ഹോമമായിരിക്കാം, ഇല്ലെങ്കിൽ ത്രിപുരസുന്ദരി മന്ത്ര അർച്ചനയായിരിക്കും, ഇല്ലെങ്കിൽ സുബ്രഹ്മണ്യ പൂജയായിരിക്കും. അപ്പോൾ ആ ദോഷങ്ങളൊക്കെ ചെയ്ത ചൊവ്വയുടെ ദോഷം കുറയ്ക്കണം അല്ലേ. അത് നോക്കാതെ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അവർ ഇതിനു മുമ്പ് സ്വയംവരം ചെയ്തിട്ട് അവർക്ക് വിവാഹാലോചന വരുന്നില്ല. അപ്പോൾ ജ്യോത്സ്യം ചിലപ്പോൾ സ്വയംവരം ആയിരിക്കും ചെയ്യുന്നത്. സ്വയംവരം എന്ന് ഉദ്ദേശിക്കുന്നത് വശ്യമാണ്, കോമൺ ആയിട്ടുള്ളൊരു എന്താ പറയുക, ഒരു അർച്ചനയാണ് നമ്മൾ വിവാഹത്തിന് ചെയ്ത്. ഇപ്പോൾ പനി വന്നാൽ നമുക്ക് എല്ലാവർക്കും അറിയാം പാരാസെറ്റമോളാണ് നമ്മൾ കഴിക്കുന്നത്. പനി വന്നാൽ മിക്ക ആൾക്കാരും പാരാസെറ്റമോൾ കഴിക്കും, കുറച്ചൊക്കെ പനിക്ക് മാറ്റം ഉണ്ടാകും. അപ്പോൾ വിവാഹത്തിന് കോമൺ ആയിട്ടുള്ള ഒരു അർച്ചനയാണ് സ്വയംവര മന്ത്ര അർച്ചന. വിവാഹം മാത്രമല്ല എല്ലാ വശ്യത്തിനും വേണ്ടി. അപ്പം വിവാഹം ഇതുവരെ നടക്കാത്ത ഭക്തജനങ്ങളുടെ മക്കളുടെ ഗ്രഹനില എനിക്കൊന്ന് അയച്ചു തരിക. അത് നോക്കി വിശദീകരിച്ച് അതിനുള്ള പരിഹാര കാര്യങ്ങൾ പറഞ്ഞു തരാം. എങ്കിൽ മാത്രമേ ജാതകത്തിലെ ദോഷങ്ങൾ മാറി വിവാഹം നടക്കത്തുള്ളൂ. അതേപോലെ ജോലിക്കാരും ഈ പറഞ്ഞ പോലെ ഉൾപ്പെടും. നമുക്ക് നമ്മുടെ ജോലി, അതായത് സർക്കാർ ജോലി കിട്ടുന്നില്ല, ജോലി പ്രമോഷൻ കിട്ടുന്നില്ല, എനിക്ക് ട്രാൻസ്ഫർ കിട്ടുന്നില്ല, സാലറി കൂട്ടി കിട്ടുന്നില്ല. അപ്പോൾ ജോലിയുമായി ബന്ധപ്പെട്ട് ഏത് ഗ്രഹമാണ് നമുക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന സമയം നല്ലതായിട്ടും
മിക്ക ജ്യോത്സ്യന്മാരും പറയുന്നുണ്ട് സമയം നല്ലതാണ്, പക്ഷെ നമുക്ക് ജോലിയിൽ പുരോഗതി കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള രീതിയിൽ നോക്കിയെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം വിവാഹം നടക്കാൻ വേണ്ടി നമ്മൾ പൊതുവായിട്ടുള്ള വഴിപാട് പറയുകയാണെങ്കിൽ വളരെ വ്യത്യസ്തമായ രീതിയിൽ മുല്ലപ്പൂ കൊണ്ട്, അതായത് മുല്ലപ്പൂ കൊണ്ട് ദുർഗാദേവിക്ക് സ്വയംവര മന്ത്ര അർച്ചന ചെയ്യുന്നത് വളരെയധികം ഉത്തമമായിരിക്കും. അതായത് എത്ര വിവാഹം മുടങ്ങിയാലും നമ്മൾ ആ ഒരു തടസ്സം മാറാൻ വേണ്ടിയാണ് മുല്ലപ്പൂ 108 തവണ സ്വയംവര മന്ത്രം കൊണ്ട് ദേവിക്ക് അർച്ചന ചെയ്യുന്നത്. അപ്പോൾ ഭക്തജനങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. അത് ചെയ്യുന്ന ശാന്തിക്കാരനോട് പ്രത്യേകം പറഞ്ഞിരിക്കണം. അത് വെള്ളിയാഴ്ച ചെയ്യുകയായിരിക്കും ഏറ്റവും ഉത്തമം. കുറച്ച് മുല്ലപ്പൂ കൊണ്ടിട്ട് സ്വയംവര മന്ത്ര അർച്ചന ചെയ്തു തരാൻ പറയുക. പിന്നെ ചിലവർക്ക് കൗളാചാര ബന്ധനങ്ങൾ, ഇനി മന്ത്രവാദ ദോഷങ്ങൾ, ചിലവർ ബന്ധുക്കാരും ഇല്ലെങ്കിൽ പരിസരവാസികളൊക്കെ ഇവൻ്റെ വിവാഹം നടക്കാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകാം. അപ്പോൾ അതൊക്കെ നോക്കി കൃത്യമായിട്ട് ദോഷങ്ങൾ പരിഹരിച്ചെങ്കിൽ മാത്രമേ വിവാഹ കാര്യങ്ങൾ വരുത്തൂ. അപ്പോൾ വിവാഹത്തിന് തടസ്സം നേരിടുന്നവർ ഈ നമ്പറിലൊന്ന് വിളിക്കുക, ഗ്രഹനില അയച്ചു തരിക. വിവാഹ തടസ്സമുള്ളവർ ഗ്രഹനില അയച്ചു തന്നാൽ നോക്കി പറഞ്ഞ് അതിനുള്ള വഴിപാടുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. കോമണായിട്ട് ചെയ്യേണ്ട വഴിപാട് വിവാഹം പെട്ടെന്ന് വരാൻ വേണ്ടി മുല്ലപ്പ് കൊണ്ട് അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച ദിവസം സ്വയംവര മന്ത്ര അർച്ചന ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. കൂടുതൽ അറിയാനുള്ള ഈ നമ്പറിലൊന്ന് വാട്സപ്പ് ചെയ്യുക. നിങ്ങളുടെ ഗ്രഹനില എനിക്കൊന്ന് അയച്ചു തരിക.